VKN എന്ന പ്രശസ്തമായ ഒരു സാഹിത്യകാരൻ്റെ കൃതിയിൽ നിന്നുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. കഥയുടെ പേര് ലഞ്ച്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ച ഒരു കഥയാണ്. ആ പ്രായത്തിൽ എനിക്ക് ശരിക്കും ഒത്തിരി എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച, ഞാനേറെ ഇഷ്ടപ്പെട്ട, ഞാനേറെ ആസ്വദിച്ച ഒരു കഥ. എത്ര വട്ടം ഞാനിത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്കായി ഞാൻ ഇന്ന് ആ കഥയാണ് പങ്കുവയ്ക്കുന്നത്. ആധുനിക നാഗരിക ജീവിതത്തിൻ്റെ ഉദാത്തമായൊരു പരിഹാസമാണ് ലഞ്ച്. അധികാരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ബന്ധവൈചിത്ര്യവും VKNന് മാത്രം സാധിക്കുന്ന ഭാഷാപരമായ അപനിർമ്മിതിയും ഈ കഥയുടെ പ്രത്യേകതയാണ്. നമുക്ക് കഥയിലേക്ക് പോകാം. 1 മണിയായപ്പോൾ വിശപ്പ് അലാറത്തിൻ്റെ കണിശത്തോടെ പയ്യനെ പിടികൂടി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 1 മണി കഴിഞ്ഞ് 5 നിമിഷമായപ്പോൾ സഹിക്കവയ്യാതായി പയ്യന്. വിലപിച്ചു പോകുമെന്ന് തോന്നി. പയ്യൻ പോക്കറ്റിലെ കാശ് എണ്ണി നോക്കി. 1 രൂപ 80 പൈസയുണ്ട്. ബാക്കി ദിവസത്തേക്ക് വേണ്ട ബുദ്ധിയുടെ കൂർമ്മതയ്ക്ക് അത്യന്താപേക്ഷിതമായ 2 പെട്ടി ചാർമിനാർ സിഗരറ്റിൻ്റെ വില കഴിഞ്ഞാൽ പിന്നെ 1 രൂപ 40 പൈസയുണ്ട്. മദ്രാസ് ഹോട്ടലിൽ ഒരു ശാപ്പാടിന് 1 രൂപ 25 പൈസയാണ് കൂലി. ഈയിടെ കൂട്ടിയതാണ്. അതിനു മുൻപ് വളരെ വർഷം 1 രൂപ ഒരു ശാപ്പാട് എന്ന സുവർണകാലമായിരുന്നുവത്രേ. അപ്പോൾ മുക്തകണ്ഠം ഒരു ശാപ്പാട് കഴിച്ച് 2 പെട്ടി സിഗരറ്റും മേടിച്ചാൽ പിന്നെ 15 പൈസ അവശേഷിക്കുന്നു. വൈകിട്ട് കൂടുപോകാൻ ബസ്സിന് ചിലവ് 30 പൈസയാണ്. കമ്മി നികത്താൻ എന്തു ചെയ്യണം? പയ്യനോർത്തു. സിഗരറ്റ് ഉപേക്ഷിക്കുന്നത് പോകട്ടെ, വലിച്ചെടുക്കുന്ന പ്രശ്നം പോലുമില്ല. നിത്യഭക്ഷണത്തിലെ ഒരിനമായിട്ടാണ് താൻ വലിക്കുന്ന മാർക്ക് സിഗരറ്റിനെ പയ്യൻ കഴിവാക്കുന്നത്. ഈയിടെയായി നിർമ്മാതാക്കൾ അതിൽ കുരുമുളകും ഉപ്പും നിറയ്ക്കുന്നുണ്ടെന്നാണ് പയ്യൻ പറയുന്നത്. വലിക്കുമ്പോൾ എരിവും പുളിയും അനുഭവപ്പെടുമത്രേ. നിറയെ മോര് കുടിച്ച് ധൂമപാനം നടത്തിയാൽ ചിലപ്പോൾ ലഹരിയും സിദ്ധിക്കുമത്രേ. ഇത്രയും ഗുണങ്ങൾ ചെയ്യുന്നവനെ ഉപയോഗിക്കുന്നത് വിടുകയോ? വേറെ വല്ലതുമുണ്ടെങ്കിൽ പറ, പയ്യൻ നെറ്റി ചുളിച്ച് സ്വയം പറഞ്ഞു. മേനോന്റെ ഓഫീസിൽ പോയാലെന്തെന്ന് പയ്യനോർക്കും. വിപ്ലവം സംഘടിപ്പിക്കുന്ന പാർട്ടിയുടെ തലസ്ഥാനത്തെ മെസ്സിൽ നിന്ന് മേനോന് എടുപ്പ് ശാപ്പാട് വരുന്നുണ്ട്. നാടുവാഴിത്ത കാലത്തെ സദ്യകളെ ഓർമ്മിപ്പിക്കുന്ന ശാപ്പാട്. മോരൊഴിച്ച 1-ാം തരം കൂട്ടാൻ, ഇളം മഞ്ഞ നിറമായ അസൽ അവിയൽ, കറിവേപ്പിലയും വാഴക്കയും മുരിങ്ങക്കായും പച്ചമുളകും തലങ്ങും വിലങ്ങും പച്ചനിറത്തിൽ കിടക്കുന്ന ഉഗ്രൻ ഉപദംശം, കേമൻ മെഴുക്കുപുരട്ടി, പച്ചമാങ്ങ ചെറുതായി ചതുരത്തിൽ മുറിച്ച് മുളകും ഉപ്പും കായവും തിരുമ്പി അന്ന് നിർമ്മിച്ച ഉപ്പിലിട്ടത്, പൊള്ളം നിറഞ്ഞ പപ്പടം, മുഷിയാത്ത മോര്. ഒരു ശാപ്പാട് 2 ആൾക്ക് പൂർണ്ണമായി ഭക്ഷിക്കാം. എന്നാൽ മേനോന്റെ സഹവാസിയായ താടി ഗോവിന്ദൻ പറയുന്നത്, മേനോൻ ഒരു തീർപ്പിന് 2 ആൾ മാതിരി ഈ ഭക്ഷണം അത്രയും ശരിപ്പെടുത്തുന്നു എന്നാണ്. രാത്രി വീട്ടിലും ഈ എടുപ്പ് ശാപ്പാടാണത്രേ വരുന്നത്. അവനിൽ 3/4 ഭാഗത്തെ രാത്രി ഭക്ഷിക്കുന്നു, ബാക്കി വെള്ളമൊഴിച്ച് സൂക്ഷിക്കുന്നു. രാവിലെ വെള്ളച്ചോറെന്ന് പറഞ്ഞ് വീണ്ടും ഭക്ഷിക്കുന്നു. ഉണ്ടുകൊണ്ട് പ്രവേശിക്കുന്നതായിട്ടാണ് താൻ എപ്പോഴും മേനോനെ വീട്ടിൽ കാണുന്നത് എന്നാണ് താടി പറയുന്നത്. 2-ാം ഭാഗത്തിനായി കാത്തിരിക്കുക.